ആ നേരത്തെ ചെയ്തിട്ട് കുളിയൊക്കെ കഴിഞ്ഞാ ഇതെവിടെ പോയി? ഞാൻ അടുക്കളയിലേക്കാണ്. എന്നോട് അമ്മ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാല് രാവിലെ തന്നെ കുളിച്ച് അടുക്കളയിൽ കയറണമെന്ന്. പൊന്നുമോളെ, ഞാനൊരു കാര്യം പറയാം. ഇതേപോലത്തെ വേണ്ടാത്ത ശീലങ്ങളൊന്നുമില്ലേ ഇവിടെ കാണിക്കല്ലേട്ടാ. ഇവിടെ അമ്മയ്ക്ക് ഇതൊക്കെ 6 മണിയാവും. ആ സമയത്തൊക്കെ ഇരുന്നിട്ട് കുളിച്ച് പതുക്കെ പോയാൽ മതി അടുക്കളയിലോട്ട്. അല്ലാണ്ട് ഇതേപോലെ ശീലങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാലല്ലേ ഇന്നല്ല ഇനി ജീവിത അവസാനം വരെ ഈ ശീലത്തിൽ തന്നെ മുന്നോട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് ഈ പരിപാടിയൊന്നും വേണ്ട. നാളെ മുതലേ രാവിലെ കിടന്നാൽ എന്റെ അമ്മയ്ക്ക് നിൽക്കുന്ന സമയത്ത് നോക്കിയിട്ടൊക്കെ എഴുന്നേറ്റാ മതി. ഇപ്പോഴും അങ്ങോട്ട് പോകണ്ട, ഇവിടെ ഇരിക്കും. അമ്മയ്ക്ക് എഴുന്നേറ്റ് പതുക്കെ പോയാൽ മതി. വെറുതെ ആവശ്യമില്ലാത്ത ശീലങ്ങള്. ചേട്ടൻ പറഞ്ഞത് ശരിയാണ്. വെറുതെ വേണ്ടാത്ത ശീലങ്ങളൊന്നും കാണിക്കണ്ട. വെറുതെ എന്തിനാണ് പണി മേടിച്ചു നോക്കണത്? കുറച്ചേരം കഴിഞ്ഞു പോകാം. അമ്മയൊക്കെ എഴുന്നേക്കട്ടെ. തിരക്കിലാണോ? ഇല്ല അമ്മേ, എന്താണ്? ഞാനിത്തിരി പച്ചക്കറി എടുത്ത് വെച്ചിട്ടുണ്ട്, സാമ്പാറിന്റെ കഷ്ണം. അതൊന്നായി നീ വെക്കണം. ഞാൻ നിറയ്ക്ക് മടൂടായിരുന്നു. ഞാൻ അരിയാലോ. അമ്മേ, അമ്മ എന്താണ് ഈ പറയണത്? എന്താണ് മോനെ? ഞാൻ എന്താണ് പറഞ്ഞത്? എന്താണ് പറഞ്ഞേന്നാ? എന്റെ അമ്മേ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും അമ്മ അവളോട് അമ്മായിമ്മ പോരെടുക്കണ അമ്മായിമ്മ വിളിക്കണമ്മ. അല്ല മോനെ, അമ്മ പോരെടുക്കാൻ വേണ്ടി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അമ്മ ഒന്നും പറഞ്ഞില്ലെന്നാ? അമ്മ ഇപ്പേരാ അവളോട് പറഞ്ഞത് പച്ചക്കറി കാര്യങ്ങളെല്ലാം അരിഞ്ഞു വെക്കാനായിട്ട്. കുറച്ച് പച്ചക്കറി അരിഞ്ഞു വെക്കാൻ പറഞ്ഞു. അതിനിപ്പോ എന്താണ്? അതിനിപ്പോ എന്താണെന്നാ? എന്റെ അമ്മ, ഈ നാട്ടുകാരെങ്കിലും ഇത് അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കാണ് നടക്കത്? എനിക്കല്ലേ? അവളെ കൊണ്ടാണ് ഈ കുടുംബത്തെ പണിയെല്ലാം ചെയ്യിക്കണമെന്ന് എല്ലാവരും വിചാരിക്കുള്ളൂ. ഈ കല്യാണം കഴിഞ്ഞ് വന്ന പെണ്ണെടുത്ത് അമ്മ പോരെടുക്കണമെന്നും പറയും. പിന്നെ അത് മാത്രല്ല, അവളുടെ വീട്ടിലറിഞ്ഞാല ആർക്കാണ് നടക്കേട്? എനിക്കല്ലേ? അമ്മേനെ ഇത്ര നാളെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത്. അപ്പൊ അമ്മക്ക് തന്നെ ചെയ്താ പോരെ? അവളെ കൊണ്ട് ചെയ്യിക്കണം എന്തിനാണ്? അമ്മ അതൊക്കെ ചെയ്ത് തീർത്തിട്ട് അവരെ കാണാനായിട്ട് പോയാൽ മതി. അവരെ പോകില്ല, അവിടെ തന്നെ ഉണ്ടാവൂല. അമ്മ ചെന്ന് ചെറുക്കാൻ നോക്ക്. നീ ചെയ്യൊന്നും വേണട്ടാ. അമ്മ അങ്ങനെ പലതും പറയും. നീ അവിടെ നിന്ന് വീലുണ്ടോ? ചേട്ടാ, അതെ അമ്മ പറഞ്ഞ് അയൽവക്കത്തെ വീടൊക്കെ ഒന്ന് പരിചയപ്പെടാന്ന്. അപ്പൊ ഞാനും അമ്മയും കൂടി അവിടേക്കൊന്ന് പോയിട്ട് വരാട്ടാ. ഒരു കാര്യം ഞാൻ പറയാ, ഈ അയൽവക്കക്കാരായിട്ട് ഒരു ബന്ധവും വേണ്ട. ഞാൻ ഇവരായിട്ട് ആരോടും മിണ്ടാറില്ല. അതേപോലെ തന്നെ നീയും മിണ്ടാൻ നിക്കണ്ട. എന്താണെന്നറിയാമോ? അവർ നമ്മളെ നോക്കി ചിരിച്ചിട്ട് നമ്മൾ പോയി കഴിയുമ്പോൾ നമ്മുടെ കുറ്റങ്ങളെല്ലാം പറഞ്ഞുണ്ടാക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ടീച്ചറെ കണ്ണെടുത്താ പോലും കണ്ടുകൂടാ. പിന്നെ അമ്മക്ക് ഇവർക്കായിട്ട് ഭയങ്കര കൂട്ടാണ്. എല്ലാവരുമായിട്ട് ഭയങ്കര സ്നേഹവും ചക്കരയും പാലും തേനാണ്. പക്ഷെ ആ ഒരു സ്നേഹം നമുക്ക് വേണ്ട. അതുകൊണ്ട് നീ പോയി അമ്മനോട് പറ നീ വന്നില്ല. അങ്ങനെ പറഞ്ഞേക്ക്. അയൽവക്കക്കാരെ പരിചയപ്പെടാൻ നടക്കണ്. ഒക്കെ പോയി പറ അമ്മനോട്. ചേട്ടൻ ഇത്ര നേരോട്ടും കുളിച്ചില്ലേ? എവിടെ പോവാൻ? ഇന്ന് ഡ്രസ് എടുക്കാൻ പോവാന്ന് പറഞ്ഞാണ്. ഓ, ഞാൻ ആ കാര്യം മറന്നുപോയി. എന്നാ ഞാനേ കൈയോടെ കുളിക്കാം, എന്നിട്ട് പോവാ പോരെ? എന്നാ വേഗം ചേട്ടൻ കുളിക്ക്. ചേട്ടൻ കുളിച്ചു വരുമ്പോഴത്തേക്ക് ഞാൻ അമ്മയുടെ അടുത്ത് ചോദിക്കട്ടെ അമ്മക്ക് ഏത് കളറാണ് സാരി വേണ്ടേന്ന്. അതെ, പോവല്ലേ അവിടെ. എന്താണ്? നീ അമ്മനോടൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. അമ്മക്ക് ഡ്രസ് എടുക്കാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല. അതെങ്ങനെയാണ് കേട്ടോ ശരിയാവണത്? നമ്മളെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പരിപാടിയല്ലേ? നമ്മളെല്ലാരും ഡ്രസ് എടുക്കുമ്പോ അമ്മക്ക് എടുക്കാതിരിക്കുന്ന മോശമല്ലേ? ഞാൻ പറയണം, നീ അങ്ങോട്ട് കേട്ടാ മതി. അമ്മക്ക് കാര്യമൊന്നും എടുക്കാൻ നിൽക്കണ്ട. നമുക്ക് ഈ പഴയ സാരികൾക്ക് ഇഷ്ടംമാതിരി ഇരിപ്പുണ്ട്. അത് മാത്രമല്ല, അമ്മയാണ് ഈ വീട്ടിലോട്ട് എവിടെയാണ് പോണത്? എങ്ങും പോണില്ല. വെറുതെ സാരി മേടിച്ച് കാശിലേക്കാളും നല്ലത് അതിന്റെ കയ്യിലിരിക്കൂലേ?
അല്ലേട്ടാ, നമുക്കൊക്കെ ഡ്രസ്സ് എടുത്തിട്ട് അമ്മക്ക് എടുത്തില്ലെങ്കില് അത് അമ്മ അറിയുമ്പോ വിഷമവുമില്ല നമുക്ക്. അമ്മക്ക് വിഷമം വരാനായിട്ട് അമ്മനോട് പറഞ്ഞാലല്ലോ കുഴപ്പം. അമ്മ ഡ്രസ്സും കാര്യങ്ങളും മേടിക്കാനായിട്ട് അമ്മനോട് പറയാൻ പോകുന്നില്ല. അമ്മ ഏതെങ്കിലും സാരി എടുത്തിട്ട് വന്നോളും കേട്ടാ. നീ എവിടെ അവിടെ നിൽക്ക്, ഞാൻ കുളിച്ചിട്ട് വരാം. അത് ചേട്ടൻ പറഞ്ഞത് എന്തായാലും ഒരു കണക്കിന് ശരിയാണ്. വെറുതെ എന്തിനാണ് ആ പൈസ കളയണത്? ആ പൈസയും കൂടി കൂട്ടി എനിക്ക് നല്ലൊരു സാരി മേടിക്കാം. ദേ, ഇതുപോലുള്ള ഭർത്താക്കന്മാരാണ് നല്ല രീതിയിലുള്ള ഭാര്യമാരെ ചീത്താക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു കുടുംബത്തെ പരിചയപ്പെടാം. ആ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞാ? ആ, രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച്. എന്ത് ചെയ്യാന്? അതിന്റെ നമ്മളെ കല്യാണത്തിന്റെ ഫോട്ടോസ് ഒക്കെ കൂട്ടുകാരൊക്കെ എടുത്തത് അയച്ചു തന്നെയായിരുന്നു. അതൊക്കെ നോക്കിയിരുന്നു. എന്റെ ഫോണിലോട്ടും സെൻഡ് ചെയ്തേക്കട്ടാ. ഞാൻ അയക്കാം. അല്ല അമ്മേന്തി? അമ്മതേ അടുക്കളയില് രാവിലെ ചായക്ക് ഉള്ളത് ഉണ്ടാക്കണ്. ആഹാ, അമ്മ അടുക്കളയിലാണാ? അപ്പൊ മാളൂന് നമ്മനെ സഹായിക്കാറുന്നില്ലേ? അമ്മ ഒറ്റക്കല്ല അടുക്കളയില്? ഞാൻ അമ്മനോട് ചോദിച്ച്, അപ്പൊ അമ്മ പറഞ്ഞു വേണ്ടാന്ന്, അമ്മ ചെയ്തോളാന്ന് പറഞ്ഞു. അതെല്ലാം അമ്മമാരെ അങ്ങനെ പറയുള്ളൂ. കല്യാണം കഴിഞ്ഞ ഉടനെ മരുമക്കളെ കൊണ്ട് പണിയൊന്നും എടുപ്പിക്കൊന്നുമില്ല. എല്ലാ അമ്മമാരും പറയും വേണ്ട ഒറ്റയ്ക്ക് ചെയ്തോളാന്ന്. പക്ഷെ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കേണ്ടത് നിങ്ങൾ മക്കളാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് പ്രായമായി അതിൻ്റെതായിട്ടുള്ള അസുഖങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. അമ്മ ചെയ്യുമ്പോ അമ്മക്കൊരു കൂട്ടായിട്ട് നിന്നിട്ട് അമ്മ സപ്പോർട്ട് ചെയ്താൽ മതി. അമ്മക്കും അത് സന്തോഷവും പിന്നെ ഈ ജോലി ഒറ്റയ്ക്ക് ചെയ്യണതിന്റെ ആ ഒരു ബുദ്ധിമുട്ടും മാറി കിട്ടും. സോറി ഏട്ടാ, ചേട്ടൻ പറഞ്ഞോണ്ട് ഞാൻ ചിന്തിച്ചില്ല. അമ്മനോട് ഞാൻ ചോദിച്ച്, അപ്പൊ അമ്മ വേണ്ടാന്ന് പറഞ്ഞപ്പ ഞാൻ പിന്നെ വേറൊന്നും ആലോചിച്ചില്ല. അയ്യോ, ഞാനതിന് കുറ്റമായിട്ടൊന്നും പറഞ്ഞതല്ല. പറഞ്ഞു തന്നാലാണല്ലോ അത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അമ്മയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ തെറ്റോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവളിന് വേറെ ദേഷ്യമോ വിഷമോ ഒന്നും തോന്നരുത്. വേണമെന്നല്ല, അമ്മനെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയത്. അപ്പൊ ഇനി മുതൽ എന്റെ അമ്മ എന്ന് പറയുന്നത് മാളുവിന്റെ അമ്മയാണ്. ആ ഒരു കണ്ണോട് കൂടിയേ കാണാവൂ. അത് ചേട്ടൻ പറയണ്ട, എനിക്ക് എന്റെ അമ്മയും പറഞ്ഞു തന്നിട്ടുണ്ട്. ചേട്ടന്റെ അമ്മ ഇനി എന്റെ സ്വന്തം അമ്മയും. അതുപോലെ തന്നെ മാളുവിന്റെ അച്ഛനമ്മയും ഇനി മുതൽ എന്റെ അച്ഛനമ്മയാണ്. അതേപോലെ ഞാനും കാണുള്ളൂ. അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞു എന്നുള്ളൂ, ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി കേട്ടാ. എന്നാ ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. ആ ചെല്ലുന്ന. മാളേ, മാളോ. ദേവന്നി, എന്താണ് ഏട്ടോ വിളിച്ചത്? അല്ല, എന്ത് ചെയ്യായിരുന്നു? പണിയൊക്കെ കഴിഞ്ഞാ? പണിയെല്ലാം കഴിഞ്ഞ് പാത്രം കഴുകി വെച്ചപ്പോഴാണ് ചേട്ടൻ വിളിച്ചത്. അതിലെ നമ്മുടെ അയൽവക്കത്തുള്ള ചേച്ചിമാരെ എന്നോട്ടൊരു പരാതി വന്നു. വേറൊന്നുമില്ല, നമ്മളെ ഈ കല്യാണം കഴിഞ്ഞിട്ടേ ഞാൻ പെണ്ണിനെയും കൊണ്ട് അവരുടെ വീട്ടിലൊന്നും ചെന്നില്ല എന്ന് പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട്. നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് നമ്മുടെ സ്വന്തക്കാരുടെ വീട്ടിൽ മാത്രമല്ലേ പോയുള്ളൂ. അപ്പൊ അവരുടെ അടുത്തേക്ക് ഒന്നും ചെന്നില്ല, പെണ്ണിനെ പരിചയപ്പെട്ടില്ല എന്ന് പറഞ്ഞ പരാതി ഞാനിപ്പോ വന്നൊഴിക്ക് എന്നോട് പറഞ്ഞാണ് അശ്വശാമ ചേച്ചി ലീലി ചേച്ചിക്ക. ഒരു കാര്യം ചെയ്യും, നീ റെഡിയാവും, നമുക്ക് എല്ലാവരുടെ വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട് വരാം. പോണു ഉപ്പാ, അതൊക്കെ പതുക്കെ പതുക്കെ പരിചയപ്പെട്ടോളാം. അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. പോണം, പോയി എല്ലാവരും പരിചയപ്പെടണം. നമ്മുടെ സ്വന്തക്കാരെ പോലെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ടവരാണ് നമ്മുടെ അയൽവക്കക്കാരും. വേറെ ഒന്നുമില്ല, നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഇവിടെ എത്തണത് ഈ അയൽവക്കക്കാരായിരിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ബന്ധുക്കൾ എല്ലാവരും വരുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞതിന് ശേഷം നീയും അമ്മയോടുള്ളൂ. എന്തെങ്കിലുമൊക്കെ ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാലും ഇവരൊക്കെ ഉണ്ടാവുള്ളൂ സഹായത്തിനായിട്ട്. അപ്പൊ അതുകൊണ്ട് ഇവരായിട്ട് അയൽവക്കക്കാരായിട്ട് നമുക്ക് എപ്പോഴും നല്ലൊരു ബന്ധം വേണം. അതുകൊണ്ട് ഇനി ഇത് വെച്ച് വൈകിക്കണ്ട, അവരെ പരാതി നമുക്ക് അങ്ങ് തീർത്തെടുക്കുക. നീ യാത്ര ആവും, അല്ലെങ്കിൽ ഈ ഡ്രസ് ആയാലും മതി. നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാം. അത് ചേട്ടൻ പറഞ്ഞ ശരിയാണ്. നമുക്കിനി വൈകിക്കണ്ട, ഇപ്പൊ തന്നെ പോവാ. ഞാനേ ഒന്ന് അമ്മനോട് പറയട്ടെ. എന്നാ വേഗം വാ. ഇല്ല, ഞാൻ പറഞ്ഞിരിക്കുന്നതാണല്ലോ ഞാനിത് ഉണ്ടാവൂലെന്ന്. അത് വേറൊന്നുമില്ല, എനിക്ക് ഫാമിലി ആയിട്ട് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട്. കുറച്ച് പർച്ചേസും കാര്യങ്ങളും ചെറിയ ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. വരുന്ന ആഴ്ചയിലല്ലേ കല്യാണം, അവർക്ക് കൊണ്ട് സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നാണ്. ഓക്കെ ഓക്കെ. നീ സാർ വരുമ്പോ പറഞ്ഞാ മതിട്ടാ. ശരി ശരി. ശരിയടാ, ഞാൻ വിളിക്കാം. ചേട്ടാ, അതെ എന്റെ പണിയെല്ലാം കഴിഞ്ഞ് നമുക്കിനി പോയാല? ഞാൻ റെഡി ആവട്ടെ? എനിക്കിനി വേറെ പരിപാടിയൊന്നുമില്ല, നമുക്ക് പോവാ.
അല്ല നീ അമ്മനോട് ചോദിച്ചാ ഏത് കളർ ഡ്രസ്സാണ് വേണ്ടതെന്നുള്ളത്? ഞാൻ ചോദിച്ചൊന്നുമില്ല. അമ്മക്ക് ഇഷ്ടമാതിരി സാരി ഉണ്ടല്ലോ, പിന്നെ ഇപ്പൊ എന്തിനാണ് അമ്മക്ക് വെറുതെ സാരി എടുക്കണത്? അതെന്താണ് മോളും അങ്ങനെ പറയണത്? നമുക്ക് പുതിയ ഡ്രസ്സ് എടുക്കുമ്പോ അമ്മക്ക് കൊടുക്കണ്ടേ? അമ്മയെ മഞ്ഞല്ലേ നമ്മുടെ ഒപ്പം കല്യാണത്തിന്, അമ്മനെ മാത്രമാണ് മാറ്റിയെടുത്തത്. ശരിയാണ് എന്റെ ചേട്ടാ, അമ്മ ഏതെങ്കിലും സാരി എടുത്തോളും. അമ്മ അങ്ങനെ എപ്പോഴും പുറത്തൊന്നും പോവാറില്ലല്ലോ, വെറുതെ എന്തിനാണ് ആ പൈസ കളയണത്? ആ അത് നീ പറഞ്ഞത് ശരിയാണ്. അങ്ങനെയാണെങ്കിലേ നമുക്ക് കൊടുക്കണ ഡ്രസ്സ്, നമുക്ക് കല്യാണത്തിനെടുത്ത ഡ്രസ്സുകളുണ്ടല്ല, അതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് കൂടാം. അപ്പൊ ആ പൈസ കൂടി നമുക്ക് ലാഭമായില്ലേ? അതെങ്ങനെ ശരിയാവും ചേട്ടാ? ആ ഡ്രസ്സൊക്കെ എല്ലാരും കണ്ടതല്ലേ, കല്യാണത്തിനൊക്കെ ഇട്ട്. അതുമല്ല, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു കല്യാണത്തിന് പോക്കല്ലേ, അപ്പൊ നമ്മളെല്ലാരും ശ്രദ്ധിക്കും. അതുകൊണ്ട് എന്തായാലും നമുക്ക് പുതിയ ഡ്രസ്സ് വേണം. എന്റെ മാളു, ഇങ്ങനെയൊന്നുമല്ല ചിന്തിക്കേണ്ടത്. നമുക്ക് ഡ്രസ്സ് എടുക്കുമ്പോ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ എടുത്തു കൊടുക്കണം. നീ അവരോട് ചോദിച്ചു നോക്കിയേ, അവര് വേണ്ടെന്നേ പറയുള്ളൂ. പക്ഷെ അവരുടെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവും ഒരു ഡ്രസ്സ് കിട്ടണം എന്നുള്ളത്. അതിപ്പോ ഭയങ്കര വിലയായിട്ടൊന്നും വേണ്ട, വില കുറഞ്ഞതായാലും അവരതൊരു പരാതി ഒന്നും പറയൂല. അങ്ങനെ കൊടുക്കുമ്പോ അവരുടെ മുഖത്തിനാവുന്ന സന്തോഷമില്ലേ, ഭയങ്കര വലുതായിരിക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഡ്രസ്സ് എടുക്കുന്ന കൂട്ടത്തില് അമ്മക്കും ഡ്രസ്സ് എടുക്കും. അതിൽ നിന്നല്ല, എന്നും അതങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. പറഞ്ഞ മനസ്സിലായ? ആ, എനിക്ക് മനസ്സിലായി. ചേട്ടൻ പറഞ്ഞതാണ് ശരി. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും ഒരേ കളറുള്ള ഡ്രസ്സ് എടുക്കാം. എങ്ങനെയുണ്ടാവും? അതൊക്കെ നിന്റെ ഇഷ്ടത്തിന് എന്താന്ന് വെച്ചാൽ ചെയ്തോ. എന്നാലേ ഞാൻ റെഡിയാവാ, പോവാൻ കണ്ടു. ഈ ഒരു വീഡിയോയിലൂടെ 2 കുടുംബങ്ങളെയാണ് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിച്ചത്. ആദ്യം കണ്ട കുടുംബത്തിലെ ഭാര്യയുടെ മനസ്സ് നല്ലതായിരുന്നു, പക്ഷേ തൻ്റെ ഭർത്താവ് തന്നെ അവളുടെ മനസ്സിൽ വിഷം കുത്തിവെച്ച് അവസാനം അവളുടെ സ്വഭാവം തന്നെ മാറിപ്പോവുകയായിരുന്നു. പക്ഷേ രണ്ടാമത് കണ്ട കുടുംബത്തിൽ ഭാര്യയുടെ തെറ്റുകളെല്ലാം മനസ്സിലാക്കി അവളെ പറഞ്ഞു തിരുത്തി നല്ല വഴിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ഭർത്താവിനെയാണ് നിങ്ങൾ കണ്ടത്. ഇതിൽ ഏതു ഭർത്താവാണ് ശരി? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.